ഹലോ ഓൾ വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മുടെ PYQ സീരീസിൻ്റെ 2021 PYQ സീരീസിൻ്റെ 10th എപ്പിസോഡിലേക്കാണ് കടക്കുന്നത്. പിന്നെ ഒന്നിലധികം ടോപ്പിക്കുകളുണ്ട്. കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസിന് എണ്ണം കുറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ആൻഡ് ഫിസിക്കൽ പോളിസി, അഗ്രികൾച്ചറൽ ക്രോപ്സ്, മിനറൽസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഇത്രയും ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ബഡ്ജറ്റ് ആൻഡ് ഫിസിക്കൽ പോളിസി എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനകമ്മി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ, മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്, വരുമാന ഇടിവ് മൈനസ് പലിശ അടച്ച തുക, മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് മൂലധന രസീതുകൾ. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് പലതരം ഡെഫിസിറ്റുകളുണ്ട്. ധനകമ്മി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി, അതായത് മുഴുവൻ ചിലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ, അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഴുവൻ വരുമാന രസീതുകൾ എന്ന് പറഞ്ഞാൽ റവന്യൂ റെസീറ്റാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ അതിൽ നിന്നും മുഴുവൻ വരുമാന രസീതുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ റെസീറ്റാണ്. റവന്യൂ റെസീറ്റ് പ്ലസ് കടമല്ലാത്ത മൂലധന രസീത് അഥവാ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസീപ്റ്റ്. നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ റെസീപ്റ്റ്. അതായത് നമുക്ക് എന്താണ് ഈ റവന്യൂ റെസീപ്റ്റ് എന്നും എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്നും ക്യാപിറ്റൽ റെസീപ്റ്റുകളിൽ തന്നെ എന്താണ് ഈ കടമില്ലാത്ത മൂലധന രസീത് എന്നാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഉത്തരം മുഴുവൻ ചിലവ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ മുഴുവൻ എടുക്കുകയാണ്. എന്നാൽ വരുമാനം അഥവാ വരവിൽ നമ്മൾ എന്ത് കുറയ്ക്കുകയാണ്? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സാധനം കുറയ്ക്കുകയാണ്. റവന്യൂ ആയിട്ടുള്ള രസീതുകൾ വരവ് മുഴുവൻ കൂട്ടുന്നുണ്ടെങ്കിലും ക്യാപിറ്റലിൽ ചിലവ് വരുത്തുന്ന, കടം വരുത്തി വെക്കുന്ന സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ്. അതിനാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് വന്നതെന്ന് നോക്കാം. ധനകമ്മി എന്ന് പറയുന്നത് ആകെ ചെലവിൽ നിന്നും റവന്യൂ വരുമാനം കൂട്ടി കടമല്ലാത്ത മൂലധന വരുമാനം ആഡ് ചെയ്തിട്ട് അത് ആകെ ചെലവിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് ധനകമ്മി കിട്ടുക എന്ന് പറഞ്ഞു. ഇതിൽ ആകെ ചെലവ് എന്ന് പറയുന്നത് റവന്യൂ ചെലവും മൂലധന ചെലവും മൊത്തത്തിൽ ഉൾപ്പെടും. അവിടെ നമ്മളൊന്നും കുറയ്ക്കുന്നില്ല. മൂലധന ചെലവും അതുപോലെ തന്നെ റവന്യൂ ചെലവും രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ചെലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരവിലാണ് വ്യത്യാസം. അവിടെ റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ വരുമാനം നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അതിൽ നികുതികളും ഫീസുകളും അതുപോലെ വൺ ടൈം, അതായത് റവന്യൂ എന്ന് പറയുമ്പോൾ തന്നെ വൺ വേ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഒന്നുകിൽ അങ്ങോട്ട് മാത്രം പോകും, തിരിച്ചിങ്ങോട്ട് കിട്ടാതെ അല്ലെങ്കിൽ ഓവ് ചെയ്യുന്നില്ല ഒന്നും, കടമായിട്ടല്ല ഒന്നും കൊടുക്കുന്നത്. വൺ വേ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ നികുതികൾ, ഫീസുകൾ തുടങ്ങിയവയൊക്കെ റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടുന്നു. ഇനി മൂലധന വരുമാനത്തിൽ എടുക്കുകയാണെങ്കിൽ കടമല്ലാത്ത മൂലധന വരുമാനം മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റുകളാണ്. വായ്പകൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്നത്, ഇതൊന്നും എന്താണ്? സർക്കാരിന് ബാധ്യതയോ കടമൊന്നും ഉണ്ടാക്കാത്ത തരത്തിലാണ് എന്ത് കടമല്ലാത്ത മൂലധന വരുമാനം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വലിയ തോതിൽ വായ്പകൾ നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുകയാണ്. നമ്മുടെ ഒരു അസറ്റ് വിറ്റിട്ടാണ് നമുക്ക് ആ ക്യാപിറ്റൽ കിട്ടുന്നത്. നമുക്ക് പിന്നീട് നമുക്ക് കടമൊന്നും അതിനകത്ത് ഓവിയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എന്തിൽ പെടുത്താം? കടമല്ലാത്ത മൂലധന വരുമാനത്തിൽ പെടുത്താം. അപ്പോൾ കടം എടുക്കുന്നത് അതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏത്? ഡയറക്റ്റ് ടാക്സിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. കസ്റ്റംസ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യമാണ്. കസ്റ്റംസ് ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഡയറക്റ്റ് റവന്യൂ അല്ല. കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് വാങ്ങുന്ന ഒരു നികുതിയാണ് കസ്റ്റംസ്. എന്നാൽ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റുകൾ ഡയറക്റ്റ്ലി അവരുടെ വരുമാനത്തിന് മേൽ അടയ്ക്കേണ്ടതാണ് കോർപ്പറേറ്റ് ടാക്സ്. പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞാലോ, പ്രോപ്പർട്ടിക്ക് എന്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്? LSD അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിലാണ് നമ്മൾ ടാക്സ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നത്? പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഉത്തരമായിട്ട് വരുന്നത് C1 and 4 ആണ്. എന്തുകൊണ്ടാണ്? കസ്റ്റംസ് നികുതി എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോഴോ കയറ്റുമതി ചെയ്യുമ്പോഴാണ് ഈടാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് എവിടെ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്തു. ആ സെല്ല് ചെയ്ത പ്രൊഡക്റ്റ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? എക്സ്പോർട്ട് ചെയ്ത് വേറെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴോ കസ്റ്റംസ് നികുതി പിടിക്കും. കോർപ്പറേറ്റ് ടാക്സ്, കമ്പനികൾ അവരുടെ ലാഭത്തിന് മേൽ സർക്കാർ നേരിട്ട് കൊടുക്കുന്നതാണ് എന്ത്? കോർപ്പറേറ്റ് ടാക്സ്. അതൊരു പ്രത്യക്ഷ നികുതിയാണ്. പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞാലോ, കെട്ടിടങ്ങൾക്കോ വസ്തുവിൻ്റെ ഉടമസ്ഥൻ, നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ എവിടെ കൊടുക്കുന്നു? തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന പ്രത്യക്ഷ നികുതിയാണ് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയാലോ, ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരോക്ഷ നികുതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരോക്ഷ നികുതിയാണ്. ഉപഭോക്താവ് സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യുന്നു? GST അടയ്ക്കുന്നുണ്ട്. നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ വരെ അത് ഒരുപാട് റവന്യൂസ് ഉള്ള കടയാണെങ്കിൽ അവിടെ GST അടയ്ക്കേണ്ടതായിട്ട് വരും. അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് കടക്കാം. സർക്കാരിൻ്റെ ധനനയവുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? സർക്കാരിൻ്റെ ഏത് വന്നാൽ അത് പൊതുവാണെന്ന് നമുക്ക് ആദ്യം അറിയാം അല്ലേ. ഇപ്പോൾ നോക്കുമ്പോൾ എന്താ ഇവിടെ പൊതു വരുമാനമുണ്ട്, പൊതു ചെലവുണ്ട്, പൊതു കടമുണ്ട്, പൊതു വിതരണമുണ്ട്. അപ്പോൾ ഇവിടെ ധനനയമായിട്ട് ബന്ധപ്പെട്ട അറിയേണ്ടത് പൊതുവരുമാനം ധനമായിട്ട് ബന്ധപ്പെട്ടതാണ്. പൊതു ചെലവിലും ധനം വരുന്നുണ്ട്. പൊതു കടം എന്ന് പറഞ്ഞാലും ധനമാണ്.
പൊതുവിതരണം എന്ന് പറഞ്ഞാലോ, പൊതുവിതരണത്തിൽ ധനമല്ല വരുന്നത്, അവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പൊതുവിതരണം ഓപ്ഷൻ ഡി ആണ്. പൊതുവരുമാനം എന്ന് പറയുന്നത് നികുതികളിലൂടെയും അല്ലാതെയും സർക്കാർ സമാഹരിക്കുന്ന പണത്തിനെയാണ് നമ്മൾ പൊതുവരുമാനം എന്ന് പറയുന്നത്. പൊതു ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, വികസന പ്രവർത്തനങ്ങൾക്കും ഭരണനിർവഹണത്തിനുമായിട്ട് സർക്കാർ ചെലവാക്കുന്ന തുകയാണ് പൊതു ചെലവ് എന്ന് പറയുന്നത്. പൊതു കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവുകൾക്കായിട്ട് സർക്കാർ ആഭ്യന്തരമായ വിദേശത്തു നിന്ന് എടുക്കുന്ന വായ്പകളെയാണ് നമ്മൾ പൊതു കടം എന്ന് പറയുന്നത്. എന്നാൽ തെറ്റായിട്ടുള്ള സാധനം ഏതാണ്? പൊതുവിതരണമാണ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. അത് ഭക്ഷ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ എന്താണ്? അരി, പച്ചക്കറി, മണ്ണെണ്ണ, ഇതുപോലുള്ള എന്തെങ്കിലും നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊതുവിതരണം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ PDS-ലാണ് ഉൾപ്പെടുന്നത്. ഇത് സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തിന് നേരിട്ടുള്ള ഭാഗമല്ല, അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി അല്ല, മറിച്ച് ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാറായി. അഗ്രികൾച്ചറൽ ക്രോപ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിച്ച് എമംഗ് ദ ഫോളോവിംഗ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്രോപ്പ് സ്പീഷീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്രോപ്പ് സ്പീഷീസുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ക്രോപ്പ് സ്പീഷീസ് ഏതൊക്കെയാണ്? ക്യാബേജ്, കോളിഫ്ലവർ, ഹെവിയ ബ്രസീലിയൻസിസ്, ഓൾ ഓഫ് ദ എബോ. അപ്പോൾ ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, ഹെവിയ ബ്രസീലിയൻസിസ് ഉണ്ട്, ഓൾ ഓഫ് ദ എബോ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രോബ്ലി നമുക്കറിയില്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോ ആവാനുള്ള ഒരു പോസിബിലിറ്റി ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പോസിബിലിറ്റി എന്താണ്? കമ്പാരിറ്റീവ്ലി പോസിബിലിറ്റി കൂടുതൽ ഓൾ ഓഫ് ദ എബോ ആവാനാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓൾ ഓഫ് ദ എബോ തന്നെയാണ്. എന്തുകൊണ്ടാണ്? ക്യാബേജും കോളിഫ്ലവറും. ദീസ് വെജിറ്റബിൾസ് ആർ നോട്ട് നേറ്റീവ് ടു ഇന്ത്യ. ദേ വർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ കൺട്രി ബൈ ദ ബ്രിട്ടീഷ് ഡ്യൂറിംഗ് ദ 19th century. തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ തണുപ്പ് ഏരിയയിൽ വളർന്നതാണ് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ. ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ഹെവിയ ബ്രസീലിയൻസിസ് ഇതൊരു റബ്ബർ ട്രീ ആണ്. ദ പാര റബ്ബർ ട്രീ എന്ന് പറയുന്ന റബ്ബർ ട്രീനെയാണ് ഹെവിയ ബ്രസീലിയൻസിസ് എന്ന് പറയുന്നത്. It is native to the Amazon basin in South America and was introduced to India, specifically the regions to the Kerala, by the British in the late 19th century and the 20th centuries to establish rubber plantations. പ്രധാനമായിട്ടും ബ്രസീൽ പോലെ രാജ്യങ്ങളിൽ വളരുന്ന, ആമസോൺ ബേസിനിൽ വളരുന്ന ഈ പറയുന്ന റബ്ബർ എന്നൊരു പ്ലാന്റേഷൻ ക്രോപ്പായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. കേരളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവിടുത്തെ ക്ലൈമറ്റിൽ വളരാൻ പറ്റുന്നതായതുകൊണ്ട് കേരളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാരാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഹെവിയ ബ്രസീലിയൻസിസ് നേറ്റീവ് അല്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ 3 ഓപ്ഷൻസിൽ എന്താണ്? എക്സോട്ടിക് സ്പീഷീസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാം ഓൾ ഓഫ് ദ എബോ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ മിനറൽസ് ആണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ധാതു വിഭവങ്ങളുടെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏജന്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡി ഏത്? GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, HCL ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. ഇത് 1, 2, 3, 4 ഇതിലേതാണ് ശരിയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ എന്താണ്? എല്ലാം ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാവും. അപ്പോൾ 4 അഥവാ എല്ലാം ശരിയാണെന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്തുക. ഇപ്പോൾ GSI എന്ന് പറയുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഭൗമശാസ്ത്രപരമായ സർവേകളും പഠനങ്ങളും നടത്തുന്ന പ്രധാന സ്ഥാപനമാണ് ഈ GSI എന്ന് പറയുന്നത്. ധാതു നിക്ഷേപങ്ങൾ കണ്ടെത്തുകയാണ് ഇവരുടെ പ്രാഥമിക ദൗത്യമെന്ന് പറയുന്നത്. ഇനി ONGC നോക്കിയാലോ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനി, ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയുടെ പര്യവേക്ഷണത്തിലും ഉൽപ്പാദനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ONGC എന്ന് പറയുന്നത്. ഇനി HCL കാര്യം നോക്കിയാൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, കോപ്പർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. ഇന്ത്യയിലെ ചെമ്പ് ഖനനം ചെയ്യുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ഏക പൊതുമേഖലാ സ്ഥാപനമാണ് HCL എന്ന് പറയുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ബാക്കി ക്വസ്റ്റൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6, 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായിട്ട് ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ് എത്ര? അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിന് വേണ്ടി എത്ര രൂപ ഉപഭോക്താവ് അടയ്ക്കണം? ഈ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് പിന്നീട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് PSC കൊടുത്തിരിക്കുന്ന ഉത്തരം എടുത്തിട്ട് ശരിക്കുള്ള ആൻസർ നമ്മൾ എക്സ്പ്ലനേഷനിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 1000, 500, 400, 200 എന്നുള്ള ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ PSCയുടെ അന്നത്തെ ആൻസർ കീ പ്രകാരം C400 എന്നാണ് ഉത്തരം. C400 എന്നായിരുന്നു. എന്നാൽ പിന്നീട് വരുത്തിയ ചേഞ്ചസ് നമ്മൾ അങ്ങനെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ ഡയറക്റ്റ്ലി എടുത്തിട്ടുണ്ട്. 2022 ഡിസംബർ മുതൽ 5 ലക്ഷം വരെ ഫീസ് അടയ്ക്കേണ്ട, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 200 രൂപയും, 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 400 രൂപയും, 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 1000 രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ 5 ലക്ഷം രൂപ വരെ ഫീസ് വേണ്ട, 5 മുതൽ 10 ലക്ഷം രൂപ വരെ 200 രൂപയും, 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 400 രൂപയും, 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 1000 രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇപ്പോഴത്തെ 2022 ശേഷമുള്ള വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. പണ്ടത്തെ ആൻസർ 400 ആയിരുന്നു. ഇപ്പോഴത്തെ ആൻസർ നോക്കി 5 മുതൽ 10 ലക്ഷം വരെ 200 രൂപയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് BIS? BISന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ബെഞ്ച് മാർക്കിംഗ് സ്റ്റാൻഡേർഡ്, ബാർകോഡ് ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. എല്ലാവർക്കും കേട്ട് പരിചയമുള്ള സാധനം തന്നെയാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ A ആണ്.
ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഈസ് ദ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ബോഡി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുന്ന ഒരു ബോഡിയാണ് BIS എന്ന് പറയുന്നത്. ഇറ്റ് ഓപ്പറേറ്റ്സ് അണ്ടർ ദ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കൺസ്യൂമർ അഫയേഴ്സിൻ്റെയും ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെയും മിനിസ്റ്ററുടെ അടിയിലാണ് ഇത് വരുന്നത്. പ്രധാനമായിട്ട് സ്റ്റാൻഡർഡൈസേഷൻ, സെറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രധാനമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകൾക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം, അല്ലെങ്കിൽ ക്വാളിറ്റി കൊടുക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ദൗത്യം. അപ്പോൾ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാലോ, ഇഷ്യൂയിങ് ദ ISI മാർക്ക് ഫോർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആൻഡ് ഹോൾ മാർക്കിംഗ് ഫോർ ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറി ടു എൻഷുർ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ടു കൺസ്യൂമേഴ്സ്. അപ്പോൾ ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറിക്ക് ആണെങ്കിൽ അവിടെ ഹോൾ മാർക്കിംഗ് ചെയ്യുകയും ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾക്ക് ISI മാർക്ക് ചെയ്യുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ BIS ആക്ട് ഓഫ് 1986. അപ്പോൾ ഈ BIS ആക്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് 1986 ആക്ട് വന്നത്. അതിനുശേഷം പ്രീവിയസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം വന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് കടക്കാണ്. The certificates of quality given to a food product in the Indian market is are. അപ്പോൾ ഇന്ത്യയിൽ ഫുഡ് പ്രൊഡക്റ്റുകൾക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണ്? അഗ്മാർക്കും ISIയും. അപ്പോൾ 1 ആണോ 1 and 2 ആണോ 2 ആണോ ഒന്നുമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് രണ്ടും ആൻസറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ബോത്ത് 1 and 2 ഓപ്ഷൻ ബി ആണ്. അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്കറിയാം അഗ്രികൾച്ചറൽ മാർക്കിംഗ് എന്നതിൻ്റെ ഫുൾ ഫോം. അഗ്രികൾച്ചറൽ മാർക്കിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം തന്നെ. ദിസ് ഇസ് എ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. അഗ്രികൾച്ചറൽ ഫുഡ് പ്രോഡക്റ്റ് കൊടുക്കുന്ന ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ആണ് അഗ്മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹണി, ഗീ, സ്പൈസസ്, വെജിറ്റബിൾ ഓയിൽസ്, പൾസസ് പോലുള്ള ഫുഡ് പ്രോഡക്റ്റുകൾക്ക്. It ensures that the products conform to a set of standards approved by the Directorate of Market and Inspection. അപ്പോൾ ഈ Directorate of Market and Inspection നടത്തുന്ന സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾക്ക് വിധേയമായിട്ട് പ്രോപ്പറായിട്ട് പോകുന്നതിന് നമ്മൾ അഗ്മാർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുക. ഇനി ISI എന്ന് പറഞ്ഞാലോ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ISI എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. വൈൽ ദ ISI മാർക്ക് ഈസ് വൈഡ്ലി നോൺ ഫോർ ഇൻഡസ്ട്രിയൽ ടൈംസ്. പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ ടൈമുകൾക്കാണ് ISI മാർക്ക് കൊടുക്കുക, സ്വിച്ചസും ഹെൽമെറ്റും പോലെ. എന്നിരുന്നാലും ഇറ്റ് ഇസ് ഓൾസോ മാൻഡേറ്ററി ഫോർ ഫുഡ് ഐറ്റംസ് ടു എൻഷുർ സേഫ്റ്റി. ഫുഡ് ഐറ്റങ്ങൾക്കും ഈ മാൻഡേറ്ററി സേഫ്റ്റി എന്തായാലും കൊടുത്തിരിക്കണം. പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, മിൽക്ക് പൗഡർ, ഇൻഫൻറ്റ് ഫുഡ്, ഇതുപോലുള്ള സാധനങ്ങൾക്ക് ISI മാർക്കുകൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ISIയും അഗ്മാർക്കും രണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് കണ്ടിന്യൂഷൻ പോലെ നമുക്ക് അടുത്ത ചോദ്യം പറയാനായിട്ട് സാധിക്കുന്നത്, അഗ്മാർക്ക് നൽകുന്നത് ഏത് പ്രൊഡക്റ്റുകൾക്കാണ്? അഗ്മാർക്ക് കൊടുക്കുന്നത് ഏത് പ്രൊഡക്റ്റുകൾക്കാണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, മീറ്റ് പ്രൊഡക്റ്റ്, ഡയറി പ്രൊഡക്റ്റ്, മുകളിൽ പറഞ്ഞവയല്ല. അപ്പോൾ അഗ്മാർക്ക് കൊടുക്കുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിനാണോ, മീറ്റ് പ്രൊഡക്റ്റിനാണോ, ഡയറി പ്രൊഡക്റ്റിനാണോ, മുകളിൽ പറഞ്ഞ എല്ലാത്തിനും കൊടുക്കുന്നുണ്ടോ? അഗ്മാർക്ക് എന്നുള്ള പേരിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഭാരത സർക്കാർ നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ളൊരു അംഗീകാരം അല്ലെങ്കിൽ മുദ്രയാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളുടെ അഗ്മാർക്ക് എന്ന് പറയുന്നത്. അഗ്മാർക്ക് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്നതിന്റെ ചുരുക്കരൂപമാണ് നമ്മൾ ഈ പറയുന്ന അഗ്മാർക്ക് എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിനാണ് അഗ്മാർക്ക് എന്ന് ചുരുക്കി പറയുന്നത്. 1937 അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് ആക്ട് പ്രകാരമാണ് ഇത് നടപ്പിലാക്കിയത്. അപ്പോൾ 1937 അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആൻഡ് ഗ്രേഡിംഗ് ആക്ട് പ്രകാരമാണ് ഇത് പ്രധാനമായിട്ട് നടപ്പിലാക്കിയത്. ഇപ്പോൾ ഉൽപ്പന്നങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കരുക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിഭവങ്ങൾക്കാണ് പ്രധാനമായിട്ട് ഈ അഗ്മാർക്ക് മുദ്ര കൊടുക്കുന്നത്. അപ്പോൾ കാർഷിക വിഭവങ്ങളിൽ തന്നെ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇത്തരത്തിലൊരു മാർക്ക് കൊടുക്കാറുണ്ട്, അഗ്മാർക്ക് കൊടുക്കാറുണ്ട്. ലക്ഷ്യം എന്താണ്? ഒരു ഉൽപ്പന്നം കൃത്യമായ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഒരു ഉപഭോക്താക്കൾക്ക് ഉറപ്പ് കൊടുക്കുക എന്നാണ്. ഒരു ഉൽപ്പന്നം പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ എത്ര രൂപ വരെ മൂല്യമുള്ള പരാതികൾ സമർപ്പിക്കാം? എത്ര രൂപ വരെ? അപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ നോക്കുകയാണെങ്കിൽ ജില്ല, സ്റ്റേറ്റ്, നാഷണൽ 3 സ്റ്റേജാണ് ഉള്ളത്. അതിൽ ജില്ലയിൽ എത്ര രൂപ വരെ മൂല്യമുള്ള പരാതികളാണ് സമർപ്പിക്കാൻ കഴിയുക? 1 കോടി, 10 ലക്ഷം, 1 ലക്ഷം, 50,000. ഇവിടെയും ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ഒരു പുതിയ റൂൾസ് വന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ റൂൾസ് വന്നു. ആ റൂൾസ് വന്നതിന് ശേഷം ഇത് മാറിയിട്ടുണ്ട്. അത് നിലവിൽ വന്നതിന് ശേഷം ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ റൂൾസ് നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത് 1 കോടി രൂപയാണ്. ഓപ്ഷൻ എ 1 കോടി രൂപയാണ്. എന്നാൽ ശരിയായ ഉത്തരം ഇപ്പോഴത്തെ അവസ്ഥയിൽ പഠിച്ചു വയ്ക്കുക. 21 റൂൾസ് അപ്ലൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2022 മുതൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ ഒരു മാറ്റം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന് 50 ലക്ഷം രൂപ വരെയുള്ള പരാതികൾ സ്വീകരിക്കാനായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ നിലവിലെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പ്രകാരം 2021 വിജ്ഞാപനം പ്രകാരം നിലവിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ജില്ലാ കമ്മീഷന് 50 ലക്ഷം രൂപ വരെ. ജില്ലാ കമ്മീഷന് 50 ലക്ഷം രൂപ വരെ. സംസ്ഥാന കമ്മീഷൻ 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ. സംസ്ഥാന കമ്മീഷന് 50 ലക്ഷം മുതൽ 2 കോടി വരെ. ദേശീയ കമ്മീഷൻ 2 കോടി രൂപയ്ക്ക് മുകളിലും. അപ്പം ജില്ലാ കമ്മീഷൻ ആണെങ്കിൽ അവിടെ 50 ലക്ഷം രൂപ വരെയുള്ള പരാതികൾ കൊടുക്കാം. സംസ്ഥാന കമ്മീഷൻ ആണെങ്കിൽ 50 മുതൽ 2 കോടി രൂപ വരെയാണെങ്കിൽ സംസ്ഥാന കമ്മീഷനും 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും അത് അവിടെ ദേശീയ കമ്മീഷനിൽ വേണം സമർപ്പിക്കാൻ. അപ്പോൾ 50 ലക്ഷം രൂപ വരെ ജില്ലാ കമ്മീഷൻ, 50 മുതൽ 2 കോടി വരെ സംസ്ഥാന കമ്മീഷൻ, 2 കോടിക്ക് മുകളിൽ ദേശീയ കമ്മീഷൻ എന്നാണ് 2021 റൂൾസ്. 2021 നിലവിൽ വന്നത് മുതൽ ഇപ്പോഴത്തെ സെനാരിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേണം
പറയാൻ. ഇപ്പോൾ ഫീസ് അടക്കുന്ന കാര്യത്തിൽ നമ്മൾ അതിലൊരു മാറ്റം പറഞ്ഞു. 20 റൂൾസ് അനുസരിച്ച് 2022 മാറ്റങ്ങൾ വന്നിരുന്നു. അപ്പോൾ നിലവിൽ 19 ആക്ട് ഇറങ്ങിയത്. അതിൻ്റെ അമെൻമെൻറ്റ് പോലെ 2022 റൂൾസ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ തർക്ക പരിഹാരത്തിന് എത്ര രൂപ വരെ എവിടെ സമീപിക്കണം, നമ്മൾ ജില്ല സ്റ്റേറ്റ് ഒക്കെ എന്ന് പറയുന്ന പോലുള്ള വ്യത്യാസങ്ങളും അതിനോടൊപ്പം തന്നെ അവിടെ ഓരോ അപേക്ഷ സമർപ്പിക്കുമ്പോഴും എത്ര രൂപയാണ് നമ്മൾ എത്ര രൂപയുടെ പരാതിയാണ് കൊടുക്കുന്നത്, അതിനനുസരിച്ച് എത്ര ഫീസ് നിർണ്ണയിക്കണം എന്നുള്ള മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. 2022 റൂൾസും കൂടെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതാണ് ഇതിൻ്റെ ആൻസറിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇതേപോലെയുള്ള PYQs ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട PYQs ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.